അള്ളാഹുവിനെക്കുറിച്ചുള്ള നമ്മുടെ വിചാരം എങ്ങനെയാവണം എന്നതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അല്ലാഹു തആല പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അന ഇന്ദ ലന്നി അബ്ദി ബി, എൻ്റെ അടിമ എന്നെക്കൊണ്ട് എന്ത് വിചാരിക്കുന്നുവോ അവിടെയാണ് ഞാനുള്ളത് എന്ന്. എൻ്റെ അടിമ, ഇപ്പോൾ അള്ളാഹുവിൻ്റെ അടിമകളായ നമ്മൾ അല്ലാഹു തആലയെ കുറിച്ച് എങ്ങനെയാണോ വിചാരിക്കുന്നത് അവിടെയാണ് ഞാനുള്ളത് എന്ന് അല്ലാഹു തആല പറഞ്ഞു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അങ്ങനെ പറഞ്ഞാൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയാണ്, അന ഇന്ദ ലന്നി അബ്ദി ബി എന്നതുകൊണ്ട് അല്ലാഹു തആല ഉദ്ദേശിച്ചത്, അടിമ പൊറുക്കലിനെ തേടിയാൽ അല്ലാഹു തആല പൊറുക്കും. അഥവാ നമ്മൾ വിചാരിക്കുകയാണ് അള്ളാഹുവിൻ്റെ ദോഷങ്ങളൊക്കെ പുറത്തു തരും. അങ്ങനെ നമ്മൾ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ചൊല്ലി, അത് കാരണം എൻ്റെ ദോഷങ്ങൾ അള്ളാഹു പുറത്തു തരും എന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ അള്ളാഹു തആല അങ്ങനെ പുറത്തു തരും എന്ന്. അതുപോലെ വൽ ഖബൂലി ഇദാ താബ, തൗബ സ്വീകരിക്കും എന്ന് നമ്മൾ വിചാരിക്കലാണ് അള്ളാഹിനെ കുറിച്ച്. അപ്പോൾ അള്ളാഹുവിനോട് തൗബ ചെയ്താൽ അള്ളാഹു തൗബ സ്വീകരിക്കും എന്ന് നമ്മൾ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. അതാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല വിചാരം. മാത്രമല്ല വൽ ഇജാബത്തി ഇദാ ദഅ, പ്രാർത്ഥിച്ചാൽ അള്ളാഹു ഉത്തരം നൽകും എന്ന് അള്ളാഹുവിനെ കുറിച്ച് വിചാരിക്കണം. ഞാൻ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്ന് അല്ല വിചാരിക്കേണ്ടത്. ഞാൻ തൗബ ചെയ്തിട്ട് കാര്യമില്ല എന്നല്ല വിചാരിക്കേണ്ടത്. ഞാൻ അള്ളാഹിനോട് പാപമോചനം ചോദിച്ചാൽ കാര്യമില്ല എന്നല്ല വിചാരിക്കേണ്ടത്. അള്ളാഹു തആല എനിക്ക് പുറത്തു തരും, അള്ളാഹു എൻ്റെ തൗബ സ്വീകരിക്കും, അള്ളാഹു എൻ്റെ ദുആ സ്വീകരിക്കും എന്നാണ് നമ്മൾ അള്ളാഹിനെ പറ്റി വിചാരിക്കേണ്ടത്. അതാണ് വൽ കിഫായത്ത് ഇദാ ത്വലബൽ കിഫായത്ത, മതിയാകുന്നത് ആവശ്യപ്പെട്ടാൽ മതിയാകുന്നത് അള്ളാഹു തആല നൽകും എന്ന് വിചാരിക്കലാണ്. അപ്പോൾ നമ്മൾ അള്ളാഹുവിനോട് പല കാര്യങ്ങളും നമുക്ക് ആവശ്യമുള്ളത് ചോദിക്കും. അപ്പോൾ അത് കിട്ടും എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. കിട്ടൂല എന്നല്ല വിചാരിക്കേണ്ടത്. കിട്ടും, അള്ളാഹു തരും എന്നിട്ട് പ്രതീക്ഷിച്ച് നിൽക്കുക വേണ്ടി. അള്ളാഹു തരും എന്ന് പ്രതീക്ഷിച്ച് നിന്നാൽ അത് അള്ളാഹു തആല തരും. അപ്പോൾ നമ്മൾ അള്ളാഹിനെ കുറിച്ച് എങ്ങനെയാണോ വിചാരിക്കുന്നത് അതുപോലെയാണ് അള്ളാഹു തആല എന്ന് അള്ളാഹ് തന്നെ പറയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ആക്കിയെടുക്കണം മനസ്സ്. എൻ്റെ പാപം അള്ളാഹു പുറത്തു തരും, എൻ്റെ തൗബ സ്വീകരിക്കും, എൻ്റെ ദുആ സ്വീകരിക്കും, ഞാൻ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹു എനിക്ക് തരും, എൻ്റെ രോഗം മാറ്റിത്തരും, അതുപോലെ എൻ്റെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റിത്തരും എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. ചില ആളുകളൊക്കെ മോശമായിട്ട് വിചാരിക്കാറുണ്ട്. അങ്ങനെ ചെയ്യരുത് എന്നാണ് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നിട്ട് പറയാട്ടോ, ഇന്ന ലന്ന ബി ഖൈറൻ ഫലഹു, എന്നെക്കൊണ്ടവൻ നന്മ ഉദ്ദേശിച്ചാൽ അത് അവനുണ്ടാകും. നന്മ ഉദ്ദേശിച്ചാൽ അള്ളാഹു തആല നന്മ ചെയ്യും. നന്മയാണ് നമ്മൾ അള്ളാഹിനെ കുറിച്ച് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നമുക്ക് കിട്ടും. അള്ളാഹിനെ പറ്റി നല്ല വിചാരമാണെങ്കിൽ അള്ളാഹു തആല നമുക്ക് നല്ലതേ വരുത്തൂ. ഇനി വ ഇന്ന ലന്ന ശർറൻ ഫലഹു, തിന്മയാണ് ഉദ്ദേശിച്ചതെങ്കിൽ അതും അവനുണ്ടാകും. അപ്പോൾ ഒരാൾ വിചാരിക്കുക എൻ്റെ തൗബ സ്വീകരിക്കൂല, എൻ്റെ ദുആ സ്വീകരിക്കൂല, എൻ്റെ ആവശ്യങ്ങളൊന്നും അള്ളാഹു തആല നിറവേറ്റി തരൂല എന്നൊക്കെ വിചാരിച്ചാൽ അങ്ങനെ ഉണ്ടാകുക. ഞാൻ എത്ര ചോദിച്ചിട്ടും കാര്യമില്ല എന്നൊക്കെ വിചാരിച്ചാൽ അങ്ങനെ ഉണ്ടാകുക. അപ്പം അങ്ങനെയല്ല നമ്മൾ വിചാരിക്കേണ്ടത്. അള്ളാഹു ഞാൻ ചോദിച്ചാലും, ഈ പാവപ്പെട്ട അടിമയായ ഞാൻ ചോദിച്ചാലും എനിക്ക് ഉത്തരം നൽകും എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. അപ്പോൾ നല്ല വിചാരം അള്ളാഹിനെ പറ്റി നമ്മൾ എന്ത് ചെയ്യണം? വിചാരിക്കണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നതിൻ്റെ 3 ദിവസം മുമ്പ് പറഞ്ഞൊരു കാര്യമാണെന്ത്? ലാ യമൂതന്ന അഹദുക്കും,
നിങ്ങളിൽ ഒരാളും മരിക്കരുത്. എങ്ങനെയല്ലാതെ? ഇല്ലാ വഹുവ യുഹ്സിനുല്ലന്ന ബില്ലാഹി അസ്സ വജല്ല. അള്ളാഹുവിനെ കുറിച്ച് നല്ല ധാരണ വെച്ചു പുലർത്തുന്നവരായിട്ടല്ലാതെ നിങ്ങളിൽ ഒരാളും മരിക്കരുത്. അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരം വെച്ചു പുലർത്തുന്നവരായിട്ടല്ലാതെ നിങ്ങളിൽ ഒരാളും മരിക്കരുത് എന്ന്. അപ്പോൾ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ എന്താ വിചാരിക്കേണ്ടത്? നല്ല വിചാരം. മരിക്കുന്ന സമയത്ത് പോലും അങ്ങനെ വിചാരിക്കേണ്ടത്. ജീവിതകാലത്ത് ഏതായാലും നല്ല വിചാരമാണ് വേണ്ടി. അതുപോലെ തന്നെയാണ് എന്ത്, മരിക്കുന്ന സമയത്തും നല്ല രൂപത്തിലുള്ള വിചാരമായിരിക്കണം നമുക്കുണ്ടാവേണ്ടത്. അയ്യദുന്ന അന്നഹു യർഹമുഹു. എന്താ വിചാരിക്കേണ്ടത്? അള്ളാഹു എനിക്ക് അനുഗ്രഹം ചെയ്യും എന്നാ വിചാരിക്കേണ്ടത്. നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടിയോ അങ്ങനെ തന്നെയാണ്. മരിക്കുന്ന ആൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടിയോ എന്താണ്? അള്ളാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യും, നിങ്ങളെ പാപങ്ങളൊക്കെ പുറത്തു വരും, അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം നൽകും എന്നൊക്കെ നല്ലതാണ് നമ്മൾ മരിക്കുന്നവരോടും പറയേണ്ടത്. നല്ല പ്രതീക്ഷയാണ് കൊടുക്കേണ്ടത്. നിങ്ങൾ കുറേ നന്മ ചെയ്ത ആളല്ലേ, ഒക്കെ അള്ളാഹു സ്വീകരിച്ച് കിട്ടിയ വലിയ ഭാഗ്യമല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നല്ല രൂപത്തിലാണ് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോഴാണ് അവരെ മനസ്സിൽ എന്ത് ചെയ്യുക? നല്ല ചിന്തകൾ അള്ളാഹുവിനെ പറ്റി ഉണ്ടാവുക, നല്ല ഭാവന ഉണ്ടാവുക. മാത്രമല്ല വയഅഫു അൻഹു, അള്ളാഹു താല മാപ്പ് നൽകും എന്ന് വിചാരിക്കലാണ് എന്ന്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, യുബ്അസു കുല്ലു അബ്ദിൻ അലാ മാ മാത അലൈഹി. ഏതൊരു ധാരണയിലാണോ അടിമ മരണപ്പെട്ടത് അതിൻ്റെ മേലായിരിക്കും അവൻ യാത്രയാക്കുക എന്ന്. അപ്പോൾ ഏതൊരു ധാരണയിലാണോ അടിമ മരണപ്പെട്ടത്, അടിമ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ മരണപ്പെട്ടത്, അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരത്തിലാണോ മരണപ്പെട്ടത്, എന്നാൽ അതിൻ്റെ മേലാണ് യാത്രയാക്കുക എന്ന്. അഥവാ ആ ഒരവസ്ഥയിലായിരിക്കും പോവുക. നല്ല വിചാരം വെച്ച് പുലർത്തിയാൽ നല്ല രൂപത്തിലായിരിക്കും അദ്ദേഹത്തിൻ്റെ മരണവും ശേഷമുള്ള ജീവിതവും. അങ്ങനെയാണ്. അപ്പം നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കുന്നതാണ് നല്ലത്. അതാണ് നമുക്ക് ജീവിതത്തിലും മരണസമയത്തൊക്കെ നല്ലത്. ഇനി ഒരു കാര്യം കൂടി പറയാം, അതിലേക്ക് ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന ഹുസ്നല്ലന്നി ബില്ലാഹി. അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല ധാരണ മിൻ ഹുസ്നി ഇബാദത്തില്ലാ, അത് അള്ളാഹുവിനുള്ള നല്ല ഇബാദത്തിൽ പെട്ടതാകുന്നു എന്ന്. അപ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല ധാരണ, നല്ല വിചാരം, അതെന്താണ്? അത് ഇബാദത്താണ്, അള്ളാഹുവിനുള്ള ഇബാദത്താണ്. അപ്പം എന്താ ചെയ്യേണ്ടത്? അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരം നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതൊരു ഇബാദത്തായിട്ടാണ് മാറുന്നത്. അപ്പം അത് ഇബാദത്താണത്. അപ്പോൾ അള്ളാഹുവിനെ കുറിച്ച് എന്താക്കണം? നല്ല വിചാരം നമ്മൾ ഉണ്ടാക്കിയാൽ നമുക്ക് ഇബാദത്തിൻ്റെ കൂലിയാണ് കിട്ടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മാത്രമല്ല ഇബാദത്തിൻ്റെ കൂലി കിട്ടുകയും ചെയ്യും, മരിക്കുന്ന സമയത്ത് നല്ലതുപോലെ നമുക്ക് മരിക്കാൻ കഴിയും. മാത്രമല്ല അങ്ങോട്ടുള്ളതൊക്കെ നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിച്ചത് കൊണ്ട് നമുക്ക് അങ്ങോട്ടൊക്കെ അള്ളാഹു താല റാഹത്താക്കി തരും. കാരണം നമ്മൾ നല്ല വിചാരമാണ് നമ്മുടെ മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നമ്മുടെ മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള വിചാരം ഉണ്ടാവേണ്ടത്, കൊണ്ടു നടക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അള്ളാഹ് എനിക്കും നിങ്ങൾക്കൊക്കെ അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല വിചാരത്തോടുകൂടെ ജീവിക്കാനും ആ നല്ല വിചാരത്തിലായി മരിക്കാനും അള്ളാഹു താല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഒരുപാട് ഇസ്തിഗ്ഫാറുകൾ ചൊല്ലാനും തൗബ ചെയ്ത് മടങ്ങാനും അള്ളാഹുവിൻ്റെ റഹ്മത്ത് പ്രതീക്ഷിക്കാനും അങ്ങനെ നല്ലൊരു ജീവിതവും നല്ലൊരു മരണവും അള്ളാഹു താല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.